അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഫോളോ ചെയ്യേണ്ട സുന്നത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുളിച്ച് ശുദ്ധമാവുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നഖം മുറിക്കുക. നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം നമ്മൾ നഖം മുറിക്കുന്നത് സുന്നത്താണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജുമുഅക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധിയായ വൃത്തിയായിട്ടുള്ള നല്ല പുതുവസ്ത്രം ധരിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്. സൂറ അഅറാഫിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആദം സന്തതികളെ എല്ലാ ആരാധനകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുക. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം സൂറ കൗഫ് പാരായണം ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരൊരാൾ വെള്ളിയാഴ്ച ദിവസം സൂറ കൗഫ് പാരായണം ചെയ്യുന്നുവോ അവന് 2 വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള പ്രകാശം ലഭിക്കും. അതായത് ഒരു വെള്ളിയാഴ്ച ഒരാൾ സൂറ കൗഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ അവൻ്റെ അടുത്തുനിന്ന് പൊറുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സുന്നത്ത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. സലാത്തുകൾ ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സലാത്തുകൾ പ്രദർശിപ്പിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പം മാക്സിമം സലാത്തുകൾ വർദ്ധിപ്പിക്കുക ആ ഒരു ദിവസം. ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ ആഴ്ചയും നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള ഒരു കുറഞ്ഞൊരു സമയമുണ്ട്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ ഒരുപാട് സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. ആ ഒരു സമയത്ത് മാക്സിമം നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. എന്തൊക്കെയാണോ നമ്മൾക്ക് ആവശ്യങ്ങളുള്ളത്, എന്തൊക്കെയാണോ പ്രാർത്ഥിക്കാനുള്ളത് ഒക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആകെ കുറഞ്ഞൊരു സമയം മാത്രമേ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക മണിക്കൂറുണ്ട്. ആ സമയത്ത് എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളെക്കാട്ടിലും ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ അള്ളാഹു അനുഗ്രഹിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത്. അതായത് ഈ ഒരു ദിവസം ഈ ഒരു സമയം ഏതൊരു മുസ്ലിം അള്ളാഹിനോട് എന്താവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുന്നതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു സമയം എത്രത്തോളം ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവും, ഈ ഒരു സമയം ഇത്ര ഒരു സമയം എന്ന് പറയുന്നത്. അതായത് അസർ മുതൽ മഗ്‌രിബ് വരെയുള്ള ചെറിയൊരു സമയം. അപ്പം മാക്സിമം ആ ഒരു സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. അടുത്തൊരു സുന്നത്ത് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകുന്നതാണ്. നമുക്ക് പറ്റുന്ന എത്ര നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നേരത്തെ പോവുക എന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ദൈവസ്മരണയിലേക്ക് തിടുക്കത്തോടെ ചെന്നെത്തുക, കച്ചവട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. മാക്സിമം എത്ര പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ പറ്റൂ അത്ര പെട്ടെന്ന് പള്ളിയിൽ എത്തുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അതായത് വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ കവാടത്തിൽ മലക്കുകൾ കാത്തു നിൽക്കും. അതായത് പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരുകൾ അവരുടെ വരവിന്റെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെക്കുന്നു. ആദ്യം വരുന്ന ആളുടെ പേര് ആദ്യം എഴുതും, രണ്ടാമത് വരുന്ന ആളുടെ പേര്, അങ്ങനെ വരവിന്റെ ക്രമത്തിൽ അവരുടെ പേരുകൾ എഴുതി വെക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം വരുന്ന ഒരാൾക്ക് ഒരു ഒട്ടകത്തിനെ ബലി കഴിപ്പിച്ചതിന്റെ പുണ്യമാണ് ഉണ്ടാവുക. രണ്ടാമത് വരുന്ന ആൾക്ക് ഒരു പശുവിനെ ബലി കഴിപ്പിച്ചതായിരിക്കും. മൂന്നാമത് വരുന്ന ആൾക്ക് ഒരു ആടിനെ ബലി കഴിച്ചായിരിക്കും. നാലാമത് വരുന്ന ആൾക്ക് ഒരു കോഴിയെ, അതുപോലെ അഞ്ചാമത് വരുന്ന ആൾക്ക് ഒരു കോഴിമുട്ട ബലി കഴിപ്പിച്ച പോലെ. ഇതുപോലെ യഥാക്രമം ഓരോ ഇതിനെ ബലി കഴിപ്പിക്കുന്നത് പോലെയാണ് നമ്മൾക്ക് കിട്ടുന്ന പുണ്യം എന്നാണ് പറയുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, നേരത്തെ പള്ളിയിൽ എത്താൻ നിൽക്കുക. അതേപോലെ തന്നെ ഇമാം മിമ്പറിൽ കയറി സംസാരം തുടങ്ങി കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ ആ പറഞ്ഞ ജോലി, എഴുതി വെക്കുന്ന ജോലി മതിയാക്കി അവർ കുത്തുബ കേൾക്കാൻ വേണ്ടിയിട്ട് സദസ്സിൽ അവർ സന്നിഹിതരാവും എന്നുള്ളതാണ്. അപ്പം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം നേരത്തെ എത്തിയാൽ അത്രയും നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുന്നേ പള്ളിയിൽ മാക്സിമം എത്താൻ ശ്രമിക്കുക. കാരണം അപ്പോഴത്തേക്കും മലക്കുകളുടെ ജോലി പൂർത്തിയാക്കി അവർ കുത്തുബ കേൾക്കാൻ വേണ്ടി പോകും. അപ്പം ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, ജുമാക്ക് പോകുന്ന സമയത്ത് നടന്നു പോകാൻ ശ്രമിക്കുക. വണ്ടിയൊന്നും എടുക്കാതെ, അതായത് നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയൊക്കെ ആണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത രീതിയിൽ നമുക്കത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അങ്ങനെ പറ്റുന്നൊരു ദൂരത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരാളുടെ ഓരോ കാലടിയും അവൻ്റെ ഓരോ പാപങ്ങൾ പൊറുക്കുന്ന, ഒരു കാലടി വെക്കുമ്പം ഒരു പാപം പൊറുക്കും, മറ്റേ കാലടി വെക്കുമ്പം സ്വർഗത്തിലേക്ക് അവൻ്റെ ഒരു പദവി ഉയർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്ന പോലെ നമ്മളെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തും.
പിന്നെ അവസാനത്തതും പലരും ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇമാമിൻ്റെ കുത്തുബ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഈവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ച് കേൾക്ക്, അല്ലെങ്കിൽ സംസാരിക്കല്ലേ, മിണ്ടാതിരിക്കി എന്ന് പറയുന്നത് പോലും നമ്മളൊരു മര്യാദകേടാണെന്നുള്ളതാണ്. അത്രയും നമ്മൾ നല്ല രീതിയിൽ കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ് അവസാനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സുന്നത്തുകൾ. അപ്പോൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു അറിവ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.